ഓക്കെ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഷോപ്പും ബ്രാൻഡും ഒന്ന് മാറിക്കൊണ്ട് നമ്മളെ കമ്പനി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി. നേരത്തെ പറഞ്ഞ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ഭീമമായ തുക നമ്മളിലേക്കും കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അതേ പണി മാത്രം എടുത്താൽ മതി. നമ്മളും ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ, പക്ഷെങ്കിൽ നമുക്ക് അവിടുന്ന് പൈസ കിട്ടുന്നില്ല എന്നുള്ളൂ. ഉണ്ടോ? അപ്പണി നമ്മൾ ചെയ്യാറുണ്ടോ? റഫറല്. ഈ മാർക്കറ്റിങ്ങിന് വേറൊരു പേരുകളുണ്ട്, ഡയറക്ട് സെല്ലിംഗ് എന്നല്ലാണ്ട് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയും. അങ്ങനെ റഫറൽ മാർക്കറ്റിംഗ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു മൊബൈൽ ടെക്നീഷ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ടെക്നീഷ്യൻ ആകുന്ന സമയത്ത് നമ്മളെ നമ്മളിപ്പോ പൈസ സെൻഡ് ചെയ്യുന്ന ഒരു ആപ്പില്ലേ, ഫോൺ പേ വന്ന സമയത്ത് ആർക്കും അറിഞ്ഞൂടെ ഫോൺ പേനെ കുറിച്ചിട്ട്. ഇപ്പൊ മൊബൈൽ ഷോപ്പിൽ എന്നോട് പറഞ്ഞേ ഫോൺ പേ ഒരുപാട് ആളുകൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. അങ്ങനെ 2-3000 റുപ്യ പല ആളുകളെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റഫറൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് നല്ലതാ, ഫോൺ പേ ഉപയോഗിച്ചോളൂ, മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളെ ജിയോ ഫോണ് ഇപ്പൊ എല്ലാവരുടെ കയ്യിലുള്ള ഫോൺ ഏതാ? ജിയോ ആണല്ലേ. എന്തുകൊണ്ട് നമ്മൾ ജിയോ ഉപയോഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിയോ വന്ന സമയത്ത് എന്ത് ചെയ്താൽ ഫ്രീ ആയിട്ട് കുറെ നെറ്റ് കൊടുത്ത് ഫാസ്റ്റ് ആയിട്ട് നെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ ജിയോ വന്നതിന് ശേഷം. അപ്പൊ ആളുകൾ പറഞ്ഞു ജിയോ ഫോൺ നീ ഉപയോഗിച്ചില്ല, നല്ല നെറ്റാണ് അല്ലെ. നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നിന്റെ സിം ഏതാ? എന്റെ ഐഡിയ ഈ റേഞ്ചില്ല, എന്നാ നീ ജിയോ എടുത്തോ എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് നല്ല സേവനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആളുകൾ റെക്കമെൻഡേഷൻ ചെയ്ത് പോകും. അതാണ് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ മാർക്കറ്റിംഗ് രീതിയാണ് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ട മേഖല എന്ന് പറയുന്നത് ചെറിയ മേഖലയല്ല. അപ്പം ഡയറക്ട് സെല്ലിങ്ങിന്റെ അകത്ത് ഇതേപോലെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസരം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന ഒരു കമ്പനി ഇന്ന് അതിന്റെ കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസ് വരുന്നത് ഡൽഹിയിലാണ്, നമ്മളെ ചെന്നൈയിലാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊച്ചിയിലും മരടിലാണ് സ്ഥിതി ചെയ്യുന്ന. അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. കമ്പനിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. MLF എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ 2013 ആഗസ്റ്റിൽ 14 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തേക്ക് 10 വർഷം കംപ്ലീറ്റ് ചെയ്തു. 600-ലധികം, ഇന്ന് എനിക്ക് തോന്നുന്നത് 700-800-ലധികം 1000-ന് മേലെ ഫ്രാഞ്ചൈസികള് ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. ISO 9001-2008 സർട്ടിഫിക്കറ്റ് കമ്പനിയാണ്. ഫിക്കിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. FTSA മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. റിക്രൂട്ടിംഗ് ഏജൻസി സ്കിൽ ഇന്ത്യ എന്നുള്ള ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളതാണ്. അതുപോലെ തന്നെ 2019-2022 ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് വാങ്ങിച്ചൊരു ബ്രാൻഡാണ് നമ്മളത്. ഓൺ റിസർച്ച് വിങ്, ഇതിന്റെ ഒക്കെ പിന്നിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിൽ എങ്ങനെ എത്തുന്നു ചോദിച്ചാൽ റിസർച്ച് വിങ് ആയിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് മാറുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് 22-ലേറെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിലെ ഒരേ ഒരു കമ്പനിയുള്ളൂ, അതാണ് MLF മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണെന്നുള്ളത്. ഇനി വേൾഡിലേക്കും അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ നമ്പർ 1 കമ്പനി ആവാൻ വേണ്ടി കമ്പനി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഒരു കമ്പനി ഒരു മാർക്കറ്റിംഗ് കമ്പനി ആകുമ്പോൾ ഉൽപ്പന്നങ്ങൾ നിർബന്ധം അല്ലേ. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടേ? സെല്ല് ചെയ്യാത്ത ഇല്ലാണ്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ഇറക്കുന്ന 6ഓളം ബ്രാൻഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ക്വാളിറ്റി ബ്രാൻഡുകൾ. ആ ക്വാളിറ്റി ബ്രാൻഡുകൾ പ്രധാനപ്പെട്ട 2 ബ്രാൻഡുകളാണ് എലമെന്റ്സ് വെൽനസ് ആൻഡ് ഓൺ ആൻഡ് ഓൺ. മറ്റുള്ള ബ്രാൻഡുകളാണ് ആഹാർ, മൈഹോം, ലോസ്റ്റാർ, ഇന്ത്യാഗ്രോ എന്ന് പറയുന്ന മറ്റ് ബ്രാൻഡുകളും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം മരുന്നല്ല, നമുക്കറിയാം അല്ലെ. പക്ഷെങ്കിൽ എന്താണ് വെൽനസ്? ആളുകൾക്ക് വെൽനസ് എന്ന് പറയുന്ന സമയത്ത് പുതിയതായിട്ടൊരു വാക്ക് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഡൗട്ടാണ് അല്ലെ. ആളുകൾ ഇനി വെൽനസ് ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് അതിന് ഒറ്റൊരു സൂചനയുള്ളൂ. കൊറോണ വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലിരുന്ന് നല്ലോണം ഭക്ഷണം കഴിച്ചോളൂ, പ്രതിരോധ ശേഷി കൂട്ടിക്കഴിഞ്ഞാൽ അസുഖം വരില്ല. എസ് ഓർണോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലയോ? ഉണ്ട്. അപ്പം പ്രധാനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ന്യൂസിൽ വന്നിട്ടുണ്ട്, രാവിലെയും വൈകുന്നേരവും ചവനപ്രാശം പോലുള്ള കഴിക്കാൻ വേണ്ടി. ആരും കേട്ടിട്ടുണ്ടോ ചവനപ്രാശം കഴിക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് അല്ലെ? അങ്ങനെ നമ്മൾ മഞ്ഞളിന്റെ വെള്ളവും അല്ലെ നാരങ്ങ വീഞ്ഞിട്ടൊക്കെ കുടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിട്ട്? അന്നേരം നമ്മൾ ഗുളികയാണ് കഴിച്ചത് അല്ല. ഇപ്പൊ രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ള രീതിയിൽ അസുഖം വരുന്നതിന് മുന്നേ പ്രതിരോധ ശേഷി ഉണ്ടാക്കിയാൽ നമുക്ക് അസുഖം വരൂല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുൻ കാലഘട്ടത്തിലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അപ്പന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത്, ഇപ്പൊ അത് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. കാരണം വെച്ചാൽ നമ്മൾ കർക്കിടക എന്ന സമയത്ത് ഒരു ഉഴിച്ചിൽ നടത്താറുണ്ടായിരുന്നു, ഉലുവക്കഞ്ഞി കുടിക്കാറില്ലേ? ഓക്കെ, നിങ്ങളെല്ലാം ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. കുടിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഉഴിച്ചിൽ എന്തിനാ നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മരുന്നാണോ? ഡോക്ടർ എന്തെങ്കിലും ചോദിക്കണോ? വേണ്ട, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു കൊല്ലത്തേക്കുള്ള ആരോഗ്യം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ഒരു കാലത്തിനനുസരിച്ച് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും നമ്മൾ കൂടുതൽ തിരക്കാണ്, ആളുകൾക്ക് ഒന്നിനും നേരെയില്ല.
ഉലുവക്കഞ്ഞൊക്കെ രാവിലെ വെക്കാൻ എവിടെ സമയം അല്ലേ? രാവിലെ പോയി നമുക്ക് ഹോട്ടലിൽ നിന്നെങ്കിലും കഴിക്കുക എന്നുള്ള രീതി ഫാസ്റ്റ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്നും ഇനി വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അത് വെൽനസ് ഇൻഡസ്ട്രി ആണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യമല്ല. വോൾസൺ വിൽസൺ എന്ന് പറയുന്ന ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന മുന്നേ പ്രവചിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ന് നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകള് വെൽനസിലേക്ക് മാറാൻ പോകുകയാണ് എന്നുള്ളതാണ്. ഇനിയും കൊറോണ പോലുള്ള പല വൈറസുകൾ, ഇപ്പം കൊറോണ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടി കൊണ്ടുവരിക എന്നല്ലാണ്ട് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊരു സാധ്യത അത്രയും വലുതാണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് വ്യക്തികളാണ് ഡോക്ടർ DB അനന്തനാരായണ, KC രാജേഷ് എന്ന് പറയുന്ന പോലുള്ള. അപ്പൊ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് വാക്കുകൊണ്ട് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവോ? ഇല്ല. നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നെ കാണാൻ പറ്റും. ആ ഒരു സർട്ടിഫിക്കറ്റ്, അത് ഒരുപാട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ GMB FSS എന്നൊക്കെ കാണുന്നുണ്ടാവും. അതിന്റെ അതിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റുക എന്ന അഭിമാനത്തോടെ ഇന്ത്യക്കാരന് പറയാൻ പറ്റിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് എന്ന് പറയുന്നത്. അതായത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി 5 ഡിപ്പാർട്ട്മെന്റും ഒരു കുടക്കീയിൽ കൊണ്ടുവന്ന് ഇന്ന് സ്വതന്ത്ര മന്ത്രിയും കാര്യങ്ങളൊക്കെ ഉള്ള കേന്ദ്രത്തിൽ ഒരു സ്വതന്ത്ര മന്ത്രിയും കാര്യങ്ങളുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുഷ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ തന്നെ ആയുഷിന്റെ വെൽനസ് സെന്ററുകൾ വരാൻ പോവാണ്. അപ്പൊ ആ രീതിയിലുള്ള ആയുഷിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇത് ഈ ഒരു ചുവന്ന നാടേ കാണിക്കുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാ. ഒരു വിദേശത്തേക്ക് നമ്മൾ ഉൽപ്പന്നം കൊണ്ടുപോകണമെങ്കിൽ ബില്ലോ കാര്യങ്ങളോ ഇല്ലാതെ ഇത് രാജ്യത്തേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഈ ആയുഷിന്റെ സർട്ടിഫിക്കറ്റിലൂടെ ഉണ്ടാണ്. അപ്പൊ ഈ ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും അല്ലെ? ആ ഫോട്ടോത്തിൽ ആരൊക്കെയുണ്ട്? ഒരു കുട്ടി മുതൽ പ്രായമുള്ള ആളുകളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് ആർക്ക് കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഉൽപ്പന്നങ്ങളാണ്. ഒരു ബേബി ടു ബാബ എന്ന് പറയും, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ ഇപ്പൊ സമയമില്ല. കാരണം വെച്ചാൽ കമ്പനി ഓരോ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്ന. അപ്പോൾ എല്ലാം പറഞ്ഞു തീർക്കണമെങ്കിൽ 2 ദിവസം മതിയാവില്ല. അത്രയും പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന് 95 എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഒരു ബെറി പഴങ്ങളുടെ ഒരു സത്താണ്. ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി 9 ലക്ഷത്തോളം ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള ഒരു ബെറി പഴങ്ങളുടെ ഒരു സത്താണ്. അതുപോലെ തന്നെ കവചപ്രാശം, കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കവചപ്രാശം എന്ന് പറയുന്നത്. നമ്മുടെ ചവനപ്രാശം പോലെ തന്നെ അത് പൊടി അലർജി, തുമ്മല് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് കവചപ്രാശം. പ്രോട്ടീൻ പൗഡർ ഉണ്ട്. അതുപോലെ ന്യൂട്രീഷന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയത് ആ രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. 3 ഫ്ലേവറിലുണ്ട്. സ്പിർന ഗോൾഡ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡാണ്. ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ, ഷുഗർ വന്ന ആളുകൾക്ക് ഷുഗർ വരാതിരിക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ്. നമുക്കൊന്ന് കൈയടിച്ചാലോ? ഒരു ഉറക്ക ചെയ്യണമെന്ന് കഫം പൂർണ്ണമായിട്ടും പുറത്തള്ളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ലിവ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ്, നെഞ്ചരിച്ചിൽ, വയറ്റുപുണ്ണ് അതില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ്, നെഞ്ചിട്ട് അതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. വുമൺ കമ്പാനി എന്ന് പറയുന്നത് ലേഡീസിന്റെ ഒരു കൂട്ടുകാരി എന്നറിയപ്പെടുന്ന പ്രൊഡക്റ്റാണ്. പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനി എന്നുള്ള. ബ്ലഡ് പ്യൂരിഫയർ, ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ യൂറിക് ഫ്രഷ്, മൂത്രത്തിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റി. ഫീലിംഗ്സ്, രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലിവാഗൻ ക്യാപ്സൂൾ ആണ്. നോവേദന ക്യാപ്സൂളിന്റെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റിയ ഒരു ക്യാപ്സൂൾ രൂപത്തിലാണ്. മാൻശക്തി മേൻ എന്ന് പറയുന്ന ഒരു പുരുഷന്മാർക്ക് കൗണ്ട് കുറവുകൊണ്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. വെൽഹാർട്ട് 20 വയസ്സ് കഴിഞ്ഞ എല്ലാവരും നിർബന്ധിച്ച് കൊടുക്കേണ്ട പ്രൊഡക്റ്റ്. നിർബന്ധിച്ചിട്ടാണ് പിടിച്ചേറ്റി കുടിപ്പിച്ചു നിങ്ങൾ. ഒന്നും സാരമില്ല. കാരണം വെച്ചാൽ ഇന്ന് കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ബ്ലഡ് കോട്ടായി പോകുന്ന പ്രശ്നം, അറ്റാക്ക് വരിക, സ്ട്രോക്ക് വരുന്ന പ്രശ്നങ്ങൾ അല്ലെ. വന്നു കഴിഞ്ഞിട്ട് സാറേ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ആ സാധനം അല്ലെ, അത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആള് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റ് ആണ് വെൽഹാർട്ട് എന്ന പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് കിതപ്പ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ബ്ലോക്ക് കാര്യങ്ങളുണ്ട്, ബ്ലഡ് കോട്ടായി പോകുന്നൊരു പ്രശ്നമുണ്ട്. അത് നിർബന്ധമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റ് ആണ്. ബിലോ 37 എന്ന് പറയുന്ന കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന പനിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയാണ്. ഫൈറ്റസ് എന്ന് പറഞ്ഞ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണ്. ചാമ്പി തരം എന്ന് പറയുന്ന വേദനക്കുള്ളതാണ്. ബോണ്ടി ഹീലിംഗിന് മുറിഞ്ഞാലും പൊള്ളിയാലും ഉപയോഗിക്കാൻ പറ്റും. നോവേദന ക്യാപ്സൂൾ ജെല്ലാണ്. പിന്നെ പേഴ്സണൽ കെയർ വരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഹെയർ ഓയില്, ഷാമ്പുകള്, ഫേനസ് ക്രീം, ഒരു മൾട്ടി ആക്ഷൻ ഫേനസ് ക്രീമാണ്. 5 തരത്തിലുള്ള സോപ്പുകൾ ഉണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ അത് പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് പറയാൻ പറ്റും. ഒരു പേസ്റ്റ് ആണ്. നമ്മൾ നിരന്തരം 2 നേരം പല്ലിയാക്കാത്ത ആരും ഉണ്ടാവില്ലല്ല, ഒരു നേരം പല്ലിയാക്കാത്ത ആരും ഉണ്ടാവില്ല മലയാളികൾ. ഓക്കെ, അപ്പോ മലയാളികൾക്ക് 2 നേരം കുളിയും കാര്യങ്ങളും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൽ എന്തുണ്ടെന്ന് ചോദിച്ചു നോക്കിയാൽ ഒരു വാണിംഗ് ഉണ്ടാവും. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ശ്രദ്ധിച്ചേ ഇല്ലേ? എന്ത് വാണിംഗ്? ഏതെങ്കിലും 20 രൂപയുടെ പേസ്റ്റ് വാങ്ങും തേക്കും.
പക്ഷെ ഈ ഒരു പഠനം നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഇന്ന് വരുന്ന ക്യാൻസർ സെന്ററിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച 10-15 കൊല്ലം ഉപയോഗിച്ച പേസ്റ്റിന്റെ കെമിക്കൽ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്കുണ്ടാകുന്ന ക്യാൻസറുകൾ. അപ്പൊ ഇനിയുള്ള തലമുറക്കെങ്കിലും അത് വരാതിരിക്കാൻ നിർബന്ധമായിട്ടും നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പേസ്റ്റ് ആണ്, ഒരു വാണിംഗ് പോലും ഇല്ലാത്തൊരു പേസ്റ്റ് ആണ് ഓണാൻഡോണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള സോപ്പ് പേസ്റ്റുകൾ ഉണ്ട്. പിന്നെ അതുപോലെ പേഴ്സണൽ കെയർ വരുന്ന ക്രീമും ഫേസ് വാഷും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ന്യൂ സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന സാധാ രീതിയിലുള്ള സോപ്പും പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റി പറഞ്ഞിട്ടുണ്ട്, വെൽനസിന്റെ സാധ്യത പറഞ്ഞിട്ടുണ്ട്, കുറെ പ്രൊഡക്റ്റും പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്ര നേരം കേട്ടിരിക്കുന്ന വ്യക്തികൾ ചിന്തിക്കും, ഞാനിതെന്തിനാണ് വന്നിരുന്നത്, എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോന്നല്ലേ, കാര്യമുണ്ടോ ചിന്തിക്കൂലേ, ഉണ്ടാവും. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെ കാര്യം നിൽക്കാം, ലാൻഡ് ലാബർ ഒന്നും വേണ്ടാണ്ട് പൈസ മുതൽ മുടക്കാണ്ട് ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ എങ്ങനെ കാര്യം നിൽക്കാന്ന് പറയല്ലേ. അപ്പൊ ഒരു നിറഞ്ഞ കയ്യടി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം. ഈ ബിസിനസ് ചെയ്യാൻ വലിയ കടമ്പൊന്നും കടിക്കണ്ട, 3 സ്റ്റെപ്പ് ചെയ്താൽ മതി. ആ 3 സ്റ്റെപ്പിൽ ഒന്ന് ഇതാണ്, നിങ്ങളെ പേരും അഡ്രസ്സും നിങ്ങൾ ആരാണോ ഈ ഒരു അവസരം കേൾക്കാൻ വേണ്ടി നിങ്ങളെ കൂട്ടിയിരുന്നത് അവരെ കൈ കൊടുക്കുക. എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇല്ല. ഒരു പേരും അഡ്രസ് അവരെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൊബൈൽ നമ്പർ പോലുള്ള 10 അക്ക നമ്പറുള്ള ഒരു ID നിങ്ങൾക്ക് കിട്ടും. അത് ഉപയോഗിച്ച് എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പരസ്യക്കാരും ഇടനിലക്കാരായി നിങ്ങൾ നിൽക്കണം. എന്ത് ചെയ്യണം? അതിന്റെ ഉപയോഗിച്ച് നോക്കണ്ടേ, അല്ലാണ്ട് തിരിയോ നമുക്ക് നല്ല പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, കമ്പനി പറയുന്ന പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ വാങ്ങിക്കേണ്ടത്? അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടില് ലിവഗൈന് വേണ്ടി ഒരു ഗ്യാസ് നെഞ്ചരിച്ചിലുണ്ട്, പേസ്റ്റ് വേണ്ടി വരും, വുമൺ കമ്പാനിയും വേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളെ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോപ്പും പേസ്റ്റും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ മാത്രം തയ്യാറായി മതി. നമ്മൾ സ്ഥിരമായിട്ട് ഒരു ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആളുകളാണോ? ചെറുപ്പത്തിൽ നമ്മൾ കുളിപ്പിക്കാൻ ഉപയോഗിച്ച സോപ്പ് ഏതാ? ബേബി സോപ്പ് അല്ലെ. ഇപ്പൊ ഏതാ സോപ്പ് ഉപയോഗിക്കല്? പല ബ്രാൻഡിലും ഉപയോഗിക്കല്ലേ. അപ്പൊ ഒരു പ്രാവശ്യം ഒന്ന് നമ്മളെ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം നല്ലതാണെന്ന് നമുക്ക് യൂസ് ചെയ്തതിന് ഉപയോഗിച്ചതിന് ശേഷം അതിനുശേഷം യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് പ്രൊഡക്റ്റ്. നിങ്ങൾ ഉപയോഗിച്ച് നല്ലതാണെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളോടും പറയൂ, ബന്ധുക്കളോടും പറഞ്ഞാൽ മാത്രം മതി. ഇതേ 3 സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട 3 ബെനിഫിറ്റ് ആണുള്ളത്. ഒന്ന്, ലൈഫ് ടൈം ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നം കിട്ടും. നമ്മൾ ഡേമാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാർഡ് എടുക്കാൻ പറയൂലേ, ശരിയാണോ തെറ്റാണോ? പറയൂലേ. അതെന്തിനാ? ഓഫറൊക്കെ എന്തുണ്ടെങ്കിൽ വില കുറച്ച് കിട്ടൂലേ. അപ്പോ ജീവിതകാലം മൊത്തം കമ്പനി എന്തൊക്കെ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ടോ, കമ്പനി പറയുന്ന ഒരു കാര്യം, മാനേജർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിൻ ടു പ്ലെയിൻ എന്നുള്ള, പിന്ന് മുതൽ പ്ലെയിന് വരെ കമ്പനി മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന. അപ്പം ഭാവിയിലേക്ക് നമുക്ക് ഏത് പ്രൊഡക്റ്റും വില കുറച്ച് വാങ്ങിക്കാനുള്ള ഒരു അവസരമുണ്ട്. എസ്സോർണോ? അങ്ങനെയാണെങ്കിൽ ചെറിയ അവസരമാണോ അത്? അല്ല. നമുക്ക് ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വില കുറച്ച് റീറ്റെയിൽ പ്രോഫിറ്റ്. വാങ്ങിയ ഉൽപ്പന്നം കണ്ട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ വെറുതെ റെക്കമെൻഡ് ചെയ്യണ്ട, വില കുറച്ച് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം റെക്കമെൻഡ് ചെയ്യുമ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റും കൂടി അതിന്റെ അത് ഉണ്ടാക്കിയാൽ എടുക്കാം. ഇനി എന്നെ പോലുള്ള ബിസിനസ്സുകാർ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് ആ ബിസിനസ് ആയിട്ട് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരവും ഇവിടെ കമ്പനി പറയുന്നുണ്ട്. ഇനി ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് മറ്റുള്ള ബിസിനസ് ആയിട്ട് എന്താണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലാൻഡ് ലാബർ വേണ്ട. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം ലാൻഡ് ലാബർ നിർബന്ധമാണ്. ഇവിടെ ആനേനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തോട്ടി വാങ്ങിക്കാൻ പ്രശ്നമൊന്നുമില്ല അല്ലെ എല്ലാവർക്കും. പക്ഷെ തോട്ടി വാങ്ങിയാൽ മതി, ഇവിടെ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി, എന്നാൽ എന്താവും? ആനേനെ കിട്ടും. എന്ന് പറഞ്ഞ പോലെ വലിയൊരു ബിസിനസ് അവസരം നമുക്ക് എന്ത് ലാൻഡ് ലാബർ ഇല്ലാതെ കിട്ടും എന്നുള്ളതാണ്. നോ ബോസ് ബിസിനസ് ആണ്, ഒരു ബോസ് ഇല്ല. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പ്രശ്നമാണ്, ഗൾഫിലൊക്കെ പോയാൽ ഒരാളുണ്ടാവും, രാവിലെ 9 മണിക്ക് എത്തേണ്ടടുത്ത് 9:30 ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും, നാളെ നേരത്തെ വന്നിട്ടില്ലെങ്കിൽ മറ്റന്നാളും കണ്ട് വരണ്ടാന്ന്. ശരിയോ അല്ല അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ബോസോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. നമുക്ക് നമ്മളെ തന്നെയാണ് ഇവിടെ ബോസ്. ടൈം ലിമിറ്റ് ഇല്ല, ഏരിയ ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നോമിനേഷൻ ഫെസിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് പ്രൊഡക്റ്റ് റിസൾട്ട് ആണെങ്കിലും കൂടുതൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആകർഷകമായ ഒരു സംഗതി വെച്ചാൽ നോമിനേഷൻ ഫെസിലിറ്റിയാണ്. നമ്മൾ ഏത് മേഖലയിൽ പണിയെടുത്താൽ ആളുകൾ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ചോദിക്കും, ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഉണ്ടാവും അല്ലെ. സാധാരണ പറയുന്നൊരു കേസാ, ഗവൺമെന്റ് ജോലിക്കാർക്ക് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെൺകുട്ടികളെ ചിന്തിക്കാൻ കാരണം ആലോചിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ജോലിയും കിട്ടും, അല്ലെങ്കിൽ ഒരു പെൻഷൻ കിട്ടും അല്ലെ. എസ് ഓർണോ? അപ്പൊ അടുത്ത് ജീവിക്കാനുള്ള ഒരു അവസരവും കൂടി ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കിട്ടിയാൽ ഉപകാരപ്പെടുന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുക, 4-5 വർഷം കൊണ്ട് നമ്മളൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിന്നൊരു ടീം ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ 3 തലമുറയെ കമ്പനി നോക്കിക്കോളും. അതാണ് ഈ നോമിനേഷൻ ഫെസിലിറ്റി. അതിനു വേണ്ടി നല്ലൊരു കൈയടി കൊടുത്തോളൂ. നമ്മളെ ഫാമിലിക്ക് വേണ്ടി, ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കച്ചവടമല്ല, നിങ്ങളെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കച്ചവടമാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടാക്കാൻ ചോദിച്ചാൽ ദിവസ വരുമാനം ഉണ്ടാക്കാം, ആഴ്ച വരുമാനം ഉണ്ടാക്കാം, മാസ വരുമാനം ഉണ്ടാക്കാം. ഇത് ഏതെങ്കിലും മേഖലയിൽ നിന്ന് കിട്ടുമോ? ഒന്നുമില്ലെങ്കിൽ ആഴ്ചക്ക് വരുമാനം നമുക്ക് വാങ്ങിക്കുന്ന ആളുകളുണ്ടാവും, മാസത്തിൽ സാലറി വാങ്ങിക്കുന്നുണ്ടാവും, ദിവസം കൂലി പോയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ഈ 3 വരുമാനം ഒരു കൂടെ കീഴിൽ കിട്ടുന്നതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വില കുറച്ച് കിട്ടുന്ന സാധനം വെക്കാം. ആഴ്ച വരുമാനം അത് ഞാൻ പറയാൻ പോവുകയാണ്. സെയിൽസ് ടേൺ ഓവർ ബോണസ്, പെർഫോമൻസ് ബോണസ്, മന്ത്ലി ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടും. ലോയൽറ്റി ബോണസ് ഉണ്ട്, സ്റ്റാർ ലോയൽറ്റി ബോണസ്, റാങ്കിങ്, ഓവർ റീഡിംഗ് ബോണസ്, അവാർഡ് ആൻഡ് റിവാർഡ്സ്, ലോയൽറ്റി ബോണസ് എന്ന് പറയുന്ന പോലെ ഒരുപാട് ഇൻകങ്ങൾ അഡീഷണൽ ആയി കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ പ്ലാൻ ഒന്ന് പറയാൻ പോവാണ്. ഇതൊന്നും നിങ്ങൾ ഒരു 10 മിനിറ്റ് കുറച്ച് സമയം ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കൃത്യമായിട്ട്. കാരണം എന്താണെന്നറിയോ, ഒരു സാധാരണക്കാരനെ പോലും അസാധാരണക്കാരനാക്കിയ മാറ്റിയ ഈ ഒരു കമ്പനിയുടെ പ്ലാനാണ്. മറ്റ് പല കമ്പനികളും വ്യത്യസ്തമായി ഇന്ന് നിൽക്കുന്നത് ഏതൊരു സാധാരണക്കാരനും ഇത് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്ലാന് പറയാൻ വേണ്ടി നല്ലൊരു നിറഞ്ഞൊരു ഐഡിയ തന്നെ. ഓക്കെ, നമ്മളെ ഒരു ഫോണ്, നമ്മളെ ഫോണിൽ ഫേസ്ബുക്കോ ഇതൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ, മീഷോ ഒക്കെ പോലെ. അതൊരു അപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ കിട്ടും. ആ അപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഒരു അപ്ലിക്കേഷൻ കിട്ടിയാൽ അതിന്റെ 2 ഓർഗനൈസേഷനിലൂടെയാണ് നമ്മൾ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ആ 2 ഓർഗനൈസേഷൻ ഇതേപോലെ ഉണ്ടാവും, ഓർഗ് 1 ഓർഗ് 2 എന്നുള്ളത്. ആ രൂപത്തിൽ നമ്മൾ ബിസിനസ് തുടങ്ങി നല്ല പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലായാൽ നമ്മൾ സുഹൃത്തുവിനോടും ബന്ധുവിനോടും പറഞ്ഞൂടെ അല്ലെ, നല്ലതാന്ന് പറഞ്ഞൂടെ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ അതേ അവസരം വില കുറച്ച് കിട്ടും. ഇതേപോലെ വരുമാനം ഉണ്ടാക്കാന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ആരോടാ പറയാ? നമുക്കൊരു വിസ കിട്ടിയെന്നല്ല ആരോടാ പറയാ? നമ്മൾ സുഹൃത്തിനോട് പറയൂലേ, അവരെയും കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടില്ല. അതേ രൂപത്തിൽ നമ്മൾ തുടങ്ങിയ കച്ചവടം നല്ലതാന്ന് മനസ്സിലാക്കി നമുക്ക് എന്താ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് കൊടുക്കാം. അങ്ങനെ ഇടനിലക്കാരൻ പരസ്യക്കാരൻ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ അത് ആഴ്ച വരുമാനം കമ്പനി തരും എന്നാ പറഞ്ഞത്. ആ വരുമാനം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, എ എന്നും പറയുന്ന ബി എന്നും പറയുന്ന വ്യക്തിയുണ്ട്, അപ്പുറത്ത് സി എന്നും പറയുന്ന ഡി എന്നും പറയുന്ന വ്യക്തിയിലൂടെ ഒരാഴ്ചയിൽ ഒരു 10,000 ബിസിനസ് വോളിയം ഓർഗ് 1-ലും ഒരു 10,000 ബിസിനസ് വോളിയം ഓർഗ് 2-ലും നടന്നു കഴിഞ്ഞാൽ അതിന്റെ 12% 1,200 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരും. 1,200 രൂപ ചെറിയ പൈസ ഉണ്ടായാലും കൈയടിക്കാത്ത. അപ്പോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരാഴ്ച ഈ വന്ന വ്യക്തി ഉൽപ്പന്നങ്ങൾ നല്ലതാണെങ്കിൽ അഥവാ വിറ്റ് തീർന്നാലോ ഉപയോഗിച്ച് തീർന്നാൽ രണ്ടാമത് വാങ്ങിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു 20,000 കച്ചവടം ഓർഗനൈസേഷൻ 1-ലും ഒരു 20,000 കച്ചവടം ഓർഗനൈസേഷൻ 2-ലും നടന്നാൽ ഈ ഒരാഴ്ച വരുമാനം കമ്പനി നമുക്ക് വരുന്നത് 2,400 രൂപയാക്കി നമുക്ക് വരുത്താൻ പറ്റും. ഇനി ഇതിങ്ങനെ പോണോ അല്ലെ? 20, 20, 10, 10 ഇതെന്താ കളി? ഇങ്ങനത്തെ കളിയെല്ലാം വേണോ? വേണ്ട. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാഴ്ചയിൽ 1,00,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1-ലും ഒരു 2,00,000 ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസേഷൻ 2-ലും ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അവിടെ നല്ല സീരിയസ് ആയിട്ടുള്ള കുറച്ച് ബിസിനസ്സുകാർ വന്നല്ലേ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2,00,000 ആയിപ്പോയതുകൊണ്ട് കമ്പനി 2 എന്നോ 3 എന്ന് തന്നെ നമുക്ക് വരുമാനം തരാൻ പറ്റില്ല. 1:1 എന്നുള്ള രീതിയിൽ ഓർഗ് 1-ൽ നിന്ന് 1,00,000 എടുക്കും, ഓർഗ് 2-ൽ നിന്ന് 1,00,000 എടുക്കും. അങ്ങനെയാണെങ്കിൽ അതിന് 12% 12,000 രൂപ ആഴ്ച വരുമാനം നമുക്ക് കിട്ടും. ഇനിയിപ്പോ നമുക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മളിലൂടെ ഉണ്ടാക്കിയ ആ ബിസിനസ് നഷ്ടപ്പെടുവോ എന്നുള്ളത് അല്ലെ. അതൊരിക്കലും നഷ്ടപ്പെടില്ല. കമ്പനി കേരിവ്യൂഡ് കോഡ് സിസ്റ്റം ആയിട്ട് നമ്മൾ 1,00,000 മാറ്റി വെക്കപ്പെടും. അതൊരു കോടി വരെ കമ്പനി മാറ്റി വെക്കപ്പെടും. പിന്നീട് ഒരാഴ്ച 1,00,000 5,00,000 BV ഓർഗനൈസേഷൻ 1-ലും ഒരു 4,00,000 BV ഓർഗനൈസേഷൻ 2-ലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? റെഡിക്ക് 4,00,000 തരണ്ടു. പക്ഷെ നേരത്തെ മാറ്റി വെച്ച് 1,00,000 ഉള്ളത് കൊണ്ട് തന്നെ അതിന് 5,00,000 ആക്കി മാറ്റി അതിന്റെ 12% 60,000 രൂപ ഈ ഒരാഴ്ച വരുമാനം കിട്ടും. കൈയടിക്കാൻ കുറച്ച് വിഷമം ഉണ്ടാവും അല്ലെ. എനക്കും വിഷമം ഉണ്ടെങ്കിലും ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു 12 വരുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു. ഒരാഴ്ചയില് നിങ്ങളെ അടുത്തേക്കാ പോകുന്നത്. ഇതെന്തൊരു തള്ള അല്ലെ. അപ്പൊ 60,000 രൂപയൊക്കെ എങ്ങനെയാ കിട്ടുമോ സാറേ ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 60,000 എങ്ങനെ കിട്ടുന്നത്. ഇതേപോലെ നമ്മൾ ഒരൊറ്റയ്ക്ക് നടക്കുന്ന കച്ചവടമല്ല, ഒരുപാട് ആളുകളിലൂടെ നടക്കുന്ന കച്ചവടം. ആ കച്ചവടം എങ്ങനെ നടക്കുന്നു ചോദിച്ചാൽ പുതിയ പുതിയ ആളുകൾ നമ്മളെ കൂടെ വരും. നമുക്ക് 1-2 സുഹൃത്തുക്കളാണ് ഉള്ളത് അല്ലേ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളിൽ ഒരുപാട് പുതിയ ആളുകൾ വരുന്ന സമയത്ത് ഫ്രഷ് സെയിലായിട്ട് നടക്കും. അതിനുശേഷം റീപർച്ചേസിങ്, അതായത് ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വാങ്ങിച്ച ആളുകൾ പിന്നെയും വാങ്ങിക്കുന്നുണ്ടോ? എക്സ് ഓർ നോ? ഇവിടെ പേസ്റ്റ് ഉപയോഗിച്ച ആളൊന്ന് ജസ്റ്റ് ഒന്ന് കൈബന്ധിക്കുവോ? ഓക്കെ, താങ്ക് യു. അടുത്ത മാസം ആ പേസ്റ്റ് പിന്നെയും വാങ്ങിക്കുവോ? എന്നാ ഒന്നും കൂടി വാങ്ങിക്കുവോ? വാങ്ങിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റീപർച്ചേസ് നടക്കുവോ? നടക്കും. അങ്ങനെയുള്ള സെയിൽ നമ്മളെ കൂടെ വരുന്ന സമയത്തും റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ വരുന്നുണ്ടെന്ന ആളുകള് വരുമാനം ഉണ്ടാക്കാൻ റീറ്റെയിൽ ചെയ്ത ആളുകൾ വരും. പിന്നെ സെൽഫ് യൂസേജ്, സ്വന്തം ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ വരും. പിന്നെ അതുപോലെ തന്നെ ഹോം ഷോപ്പ്. ഈ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോം ഷോപ്പ് എന്ന് പറയുന്നത്. അതായത് വീടൊരു ഷോപ്പാക്കി മാറ്റുക. നമ്മൾ ചെറിയ രീതിയിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് ഹോം ഷോപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്നെ പോലുള്ള
ഒരുപാട് ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഈ അവസരത്തിലേക്ക് വരുന്ന സമയത്തുള്ള ആളുകളും നമ്മളെ കൂടെ വരും. ആ രൂപത്തിൽ 2 ഓർഗനൈസേഷനിൽ ഒരു 10 ലക്ഷം ബിസിനസ് മോഡൽ നടക്കുമ്പോൾ അതിന്റെ 12% 1,20,000 രൂപ ഒരാഴ്ച വരുമാനം തരും. ഇങ്ങനെ തരാൻ പറ്റുമോ? ഇല്ലല്ലേ. 60% അന്ന് തരുന്നത് ഒരു സീലിംഗ് ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും ഒരു സീലിംഗ് ലിമിറ്റ് ഉണ്ട് അല്ലെ. ഇവിടെ ഒരു സീലിംഗ് ഉണ്ട് അല്ലെ. അതിന്റെ മേലോട്ട് പോകില്ല. അപ്പൊ അത് എത്ര പരമാവധി ഇത്ര ഒരാഴ്ചയിൽ വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ രൂപത്തിലെന്ന ആളുകൾ ഒരാഴ്ചയിൽ ഒരു 17 ലക്ഷത്തിന്റെ കച്ചവട ഓർഗനൈസേഷൻ മണ്ണിലും 17 ലക്ഷത്തിന്റെ കച്ചവട ഓർഗനൈസേഷൻ ടൂറും നടന്നു കഴിഞ്ഞാൽ ഈ ഒരാഴ്ച നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം 2,10,000 രൂപ ഒരാഴ്ച വീക്കിലി വരുമാനം കിട്ടുന്ന ഒരു പ്ലാനാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് പെർഫോമൻസ് ബോണസ് ഉണ്ട്. ഒരു ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്കിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ബോണസ് എന്ന് പറയും. അതൊരു മാസത്തിൽ ഒരു ചെറിയ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രം മതി. ആഴ്ചയിൽ നോക്കുന്നതാണ് 25 മേച്ച്. അങ്ങനെ 4 ആഴ്ച കൊണ്ട് 1 ലക്ഷം VV കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു 12,000 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ബിസിനസിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പൊ ഇനി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് പ്രവീൺ എന്നാണ്. മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു. ഇവിടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണുന്നുണ്ടോ? ഈ രൂപത്തിലേക്കാക്കിയ മാറ്റിയ ഒരു കമ്പനിന്റെ പേരാണ് MI Left എന്ന് പറയുന്നത്. ഇന്ന് കമ്പനി DTC റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. ഇതെന്റെ വൈഫാണ്, ഇന്ന് ഇവിടെ ഉണ്ട്. വൈഫ് ഒരുമിച്ചാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഒരു ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് MI Lifestyle മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അച്ചീവ്മെന്റ് കാര്യത്തിൽ ഇന്ന് പല ആളുകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അത് കുഴിച്ചു മൂടി ഒരു വാഴ വെച്ചിട്ടുണ്ടാവും അല്ലെ. നമുക്കിതൊന്നും നടക്കൂലെന്ന്. പക്ഷെ അതേപോലെ ചിന്തിച്ചൊരു വ്യക്തിയാണ് പല ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ഒരു ബുള്ളറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പൊ അല്ലെ, ഒരു ബുള്ളറ്റ് എടുക്കുക എന്നുള്ളത് ചെറുപ്പക്കാരന്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ എടുക്കണം എന്ന് ആഗ്രഹിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം എന്റെ ഒരു ഫസ്റ്റ് അച്ചീവ്മെന്റ് ആക്കി ഞാൻ കണ്ടത് ഒരു ബുള്ളറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ അത് എന്നെ അതിശയപ്പെടുത്തിയ വേറെ ഒരു കാര്യമില്ല. സാധാരണ ഒരു ബുള്ളറ്റ് എടുക്കുക എത്ര ആള് പോയാൽ മതി? ചിലപ്പോ നമ്മളെ സുഹൃത്തൊന്നും അല്ലെങ്കിൽ ഭാര്യ അല്ലെ ആരെങ്കിലും പോകും. ഇവിടെ നോക്കുക, ഈ ഫോട്ടോത്തിൽ നോക്കുക. ഇന്ന് എന്റെ കൂടെ ബിസിനസ്സിലേക്ക് വന്ന ഒരുപാട് ആളുകള് എന്റെ കുടുംബത്തെക്കാളും ബന്ധുക്കളെക്കാളും കൂടുതൽ എന്റെ കുറെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇവിടുന്ന് കേട്ടിട്ടുണ്ട്. അതെന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അത് മൈ ലൈഫ് എന്നുള്ള ഒരു കുടുംബമാണ്. ആ രൂപത്തിലേക്ക് എന്നെ മാറ്റിയിട്ടുണ്ട്. അതുപോലെയുള്ള എന്നെ ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് വിചാരിക്കും ഞാൻ പണ്ടേ ഇങ്ങനെയാണല്ലേ. എന്നെ പഠിപ്പിച്ച ടീച്ചറാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ പ്രവീണല്ല ഇതെന്ന് പറയും. അത്രയും രീതിയിൽ ഞാൻ ബേക്കിരുന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന പോലെ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങൾ ഉണ്ടോ? ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഈ ബിസിനസ് ആണ്. എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ബേക്കിരുന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്ന വ്യക്തി ഇന്ന് ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കഴിവുണ്ടാക്കിയത് ഒരു കമ്പനി പേര് കൂടിയാണ് MI Lifestyle മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്റെ കൂടെ വന്ന ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു പണി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്റെ റാങ്ക് ഇന്നതിരുന്നോ എനിക്ക് കിട്ടിയ വരുമാനം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ കൂടെ വന്ന ആളുകൾക്ക് അത് 1000 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ഉണ്ടായി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാനും അവസരമാണുള്ളത്. അതുകൊണ്ട് കേട്ടത് നിങ്ങളാണ്. അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടതാണ്. ചങ്കൂറ്റത്തോടെ എടുക്കാനുള്ള ഒരു തീരുമാനം മാത്രം മതി. ഒരു ലിബാഗ എന്നുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. എന്നെ ഈ അവസരം പരിചയപ്പെടുത്തുന്നത് എന്റെ മാമനാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നിറഞ്ഞൊരു കൈയടി കൊടുക്കണം. കാരണം പല ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാ പിടിച്ചു വലിക്കണം അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ അവസരത്തിലേക്ക് വരുന്ന സമയത്തും ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് തന്നെയാ വന്ന പാടെ എടുത്ത് ചാടിയൊന്നല്ല. പക്ഷെ ഈ അവസരത്തെ കുറിച്ച് പഠിച്ച സമയത്ത് ഇന്ന് ലോകത്ത് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണെന്ന് മനസ്സിലാക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. 140ഓളം യൂണിവേഴ്സിറ്റി ഇത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് 2-3 വർഷം ഒരു ഡോക്ടറേറ്റ് പഠിക്കുന്ന പോലെ, ഒരു വക്കീലിന് പഠിക്കുന്ന പോലെ ഈ ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യമേ പറയുള്ളൂ, ചങ്കൂറ്റമുള്ളവന്റെ ബിസിനസ്സാണ്. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെച്ചു നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.